ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തളപതി 69 അപ്ഡേറ്റുകൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വിടുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ തുടർന്നൊന്ന് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ തളപതി 69 അപ്ഡേറ്റുകൾ. ഒരു മിനിറ്റ് നേരെ വരട്ടെ. തളപതി 69 അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഒഫീഷ്യലായിട്ട് വെളിവിട്ടല്ല, റൂമർ പരമായിട്ട് വെളിവിടുന്നുണ്ട്. ആദ്യമേ തളപതി 69 ഡയറക്ഷൻ ചെയ്യാതിരുന്നത് കാർത്തിക് സുബരാജ് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടറാണ്. കാർത്തിക് സുബരാജിൻ്റെ നേരത്തെ സിനിമ മഹാൻ, അതൊരു വിക്രത്തിനെ വെച്ച് ഡയറക്ഷൻ ചെയ്ത. അപ്പോൾ എൻ്റെ ട്രെയിലർ കാണുവാണെങ്കിൽ നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാതെ തോന്നും ട്രെയിലർ കണ്ട. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ലാതെ ഞാൻ കണ്ട ഒരു സിനിമ OTT റിലീസായിരുന്നു ചെയ്തത്. ഞാൻ കണ്ട് നമ്മൾക്കൊരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ സിനിമയിൽ നമുക്ക് പിന്നെ അത് ഫുള്ള് കണ്ടിട്ടേ നമ്മൾ നിർത്തുമെന്ന് തോന്നും. അതേപോലെ മേക്കിംഗ് ചെയ്ത് വെച്ച് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മഹാൻ എന്നുള്ളത്. ആ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാർത്തിക് സുബ്ബരാജിൻ്റെ ലെവൽ വേറെ ലെവലിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇതുപോലെ ഒരു പടം വിജയ്ക്ക് എന്ന് കിട്ടുമെന്നുള്ള രീതിയിൽ ഞാൻ എഴുതുന്നതായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ ഇടയ്ക്ക് കാർത്തിക് സുബ്ബരാജ് അടുത്ത സിനിമ ഡയറക്ഷൻ ചെയ്യാൻ വിജയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞൊക്കെ റൂമർ വന്നിട്ടുള്ളത്. ഇപ്പോൾ വിജയ് റിജക്റ്റ് ചെയ്ത് ഇപ്പം ഡയറക്ഷൻ ചെയ്യാൻ വരുന്ന പടം HK വിനോദിൻ്റെ കൂടാണ്. അപ്പം നിലവിൽ ഇപ്പം തളപതി 69 ഡയറക്ഷൻ ചെയ്യുന്നത് HK വിനോദാണ്. എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരു ഡയറക്ടർ ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം കാർത്തിക് സുബ്ബരാജ് ഇപ്പം സൂര്യ വെച്ചൊരു പടം ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പ്രൊമോ വീഡിയോ. പക്ഷേ ലുക്ക് നമ്മൾ ആ കാണുമ്പോൾ ഒരു ആക്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ അത്. അപ്പോൾ കാർത്തിക് സുബ്ബരാജ് അതിൻ്റെ ആ ഗാന്ധിമുഖം കണ്ടാൽ നമുക്കറിയാം വിക്രമൊക്കെ അത് അങ്ങേയറ്റം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ബ്രില്യൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയായിട്ടൊരു വിജയ്ക്ക് ഒരു അവസരം കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു. പുള്ളി നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് കൊണ്ടുവരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലത് നായയ്ക്ക് ചേരത്തില്ലെന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് വിജയ് അത് റിജക്റ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒന്ന് സൂര്യയായിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ HK വിനോദിൻ്റെ അടുത്ത് ഏകദേശം കൺഫേം ആയിട്ട് ഇരിക്കുന്നൊരു ഡയറക്ടറാണ്. ഇനി എൻ്റെ അപ്ഡേഷൻ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ആക്ട്രസിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. റൂമറാണ് സമന്ത ആക്ട്രസ്സായിട്ട് വരുമെന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്സാണ്. എന്ന് വെച്ചാൽ സമന്ത ചേച്ചി എന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. പക്ഷേ കത്തിക്ക് മുമ്പ് സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കത്തിക്കകത്ത് നമുക്ക് ഓരോ സിനിമ കാണുമ്പോൾ ഓരോ ആക്ടർമാരെ ഇഷ്ടപ്പെടും. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ട്രസ് കത്തിക്ക് ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇപ്പം ആ പഴയ സമന്ത, ആ ക്യൂട്ടായിട്ടുള്ള ഒരു സമന്ത അല്ല ഇപ്പോഴും ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ എല്ലാ റോളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം പുള്ളിക്കാരി നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫാമിലി മാൻ എന്നുള്ളൊരു പടം എന്തോ ഒരു വെബ് സീരീസ് കണ്ടാൽ അറിയാം. അത് കിടിലനായിട്ട് ആക്ഷൻ നല്ലോണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു സെപ്പറേറ്റ് ഒരു സിനിമ വേറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്തും നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യും. ഇപ്പം പുള്ളിക്കാരി നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്ന രീതി ആക്ഷനിലോട്ട് മാറി നല്ല കിടിലനായിട്ട് ചെയ്യും. ഇപ്പം പുള്ളിക്കാരിയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണുങ്ങളുമായിട്ട് ഇപ്പം തളപതി ഇപ്പം വിജയമായിട്ട് ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്താ വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് റോൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം വിജയും സമന്തയും കൊണ്ട് നേരത്തെ ആണെങ്കിൽ റൊമാൻറ്റിക് മൂഡിൽ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. അവർ തമ്മിൽ നല്ല ചേർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇനി വരുമ്പം അവർ തമ്മിൽ എതിരായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വില്ലത്തി റോളിൽ രണ്ടുപേരും ഏറ്റുമുട്ടുന്ന എന്ന് വെച്ചാൽ ആ ഫൈറ്റൊക്കെ ഉള്ളൊരു സിനിമയൊക്കെ ആണെങ്കിൽ നല്ല ലെവലിൽ പടം പോകും. എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ഇപ്പോൾ ആ സമന്ത ആ ഒരു ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് വിജയുടെ ഒരു വില്ലത്തിയായിട്ട് വില്ലത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഹീറോ ആയിട്ടും ചേരും. പക്ഷേ വിജയുടെ പടത്തിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതേപോലെ ഒരു ആക്ഷൻ, അവർ തമ്മിലുള്ള ഒരു ആക്ഷൻ പടം ഇത് നല്ല രീതിയിൽ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ആക്ഷൻ പടമാണെങ്കിൽ പടം വേറെ ലെവലിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിജയും HK വിനോദുമാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ മ്യൂസിക് അനിരുദ്ധാണെന്ന് ഒരു റൂമർ വരുന്നുണ്ട്. പിന്നെ 2 ദിവസം കൊണ്ട് കറങ്ങി നടക്കുന്ന ഒരു റൂമറാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാവരും എടുത്തിട്ട് കറങ്ങി നടക്കുന്ന ഒരു റൂമറാണ്. തളപതി 69 ലുക്ക് ടെസ്റ്റ് വിജയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ലുക്ക് ടെസ്റ്റ് ഇപ്പം വിജയ്ക്കൊക്കെ ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുന്ന പുള്ളി ഭയങ്കര അങ്ങ് ലുക്ക് മാറ്റുവാണ്. ഇപ്പോൾ ഒരു പടം ഗോട്ടിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, എന്തോ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ആകെ മാറ്റാൻ ശ്രമിച്ചിട്ടുള്ള ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ലോകേഷ് ചെയ്തിട്ടുണ്ട്. ആ മാസ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഒരു JD എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലെ JD അല്ല, ഫസ്റ്റ് ഹാഫിൽ ഒരു JD എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. കിഡിലായിട്ട് ആ ലുക്ക്, കോസ്റ്റ്യൂം ആയാലും ആ ലുക്ക് എന്ന് വെച്ചാൽ ആ പുള്ളിയുടെ ആ ഒരു അലസതയായിട്ടുള്ളൊരു റോളാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മെർസലിനകത്തെ വെട്രിമാരെ ക്യാരക്ടർ കൊള്ളാം, പക്ഷേ അതിൻ്റെ ഡെപ്ത് ഇല്ലാതെ ഇതിൻ്റെ പരസ്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോകുന്നതിലോട്ട് ചെറിയ രീതിയിലാക്കി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിഗിലിനകത്ത് രായപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കുറച്ച് രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊന്നും അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് കൊണ്ടുവന്നിട്ടില്ല. അവരെ മാത്രം വെച്ച് ആ പടം കൊണ്ടുപോകാനുള്ള സ്ക്രിപ്റ്റ് മാറ്റി എഴുതാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഡെപ്ത് കൊടുത്തിട്ടില്ല. ഇതൊക്കെയാണ് വിജയുടെ കുഴപ്പം. വിജയ് ഈ ഒരു 3 ക്യാരക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിജയ് ഒരിക്കലും
ഒരു കാലത്ത് ലുക്ക് മാറ്റം വന്നത്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ ഗോട്ടിനകത്ത് ലുക്കും ഏകദേശം ബീസ്റ്റിനകത്ത് ലുക്കും വാരിസിനകത്ത് ലുക്കും എല്ലാം ഒരേ ടൈപ്പ് ലുക്ക് തന്നെയാണ്. പുള്ളിക്ക് ആ ഒരു താടി, ഒരു ഊശാൻ താടി ഉണ്ട്. അത് ഇങ്ങനെ എന്തോ ഒരു ഷേപ്പും ചെയ്ത് പുള്ളിക്കൊരു ഒരു വിഗ് പോലത്തെ ഒരു ഇതുണ്ട്. അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് എന്തിന് പടം ചെയ്യുന്നു? എന്തിന് ചെയ്യുന്നു? ഇതിനകത്തെ ലുക്ക് ഇറങ്ങുമ്പോൾ എനിക്കറിയാം എന്തോന്ന്. ഇപ്പോൾ ശ്വാസം പിടിച്ച് ഇപ്പോൾ എന്തായാലും ഒരു ആക്ടർ ഒരു ലുക്ക് മാറ്റണമെങ്കിൽ തന്നെ നല്ല ആക്ടറുടെ കാര്യം പറഞ്ഞു, ലുക്ക് മാറ്റണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും കുറഞ്ഞത് ഒരു ഇതെടുക്കും. എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് എടുത്തിട്ടേ ലുക്ക് മാറ്റത്തുള്ളൂ. അല്ലാതെ ഇന്ന് ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ തന്നെ ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ധനുഷിനെയൊക്കെ വെച്ചാണെങ്കിൽ അത് നല്ല രീതിയിൽ മാറ്റാൻ പറ്റും. നമുക്കാണെങ്കിൽ ഒരു ലുക്ക് നമുക്ക് ധനുഷിനെയും അതുപോലെ കുറേ ആക്ടറുണ്ട്. വിജയ്ക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വിജയ് ആ രീതിയിൽ മാറുന്നില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സർക്കിളുണ്ട്. പുള്ളിയുടെ ഫാൻ ബേസിൽ ഇഷ്ടപ്പെടുന്ന സർക്കിളുണ്ട്. പുള്ളി അത് വിട്ട് വെളിയിൽ പോകത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു നല്ല പടം ചെയ്താൽ ഇപ്പോൾ ജെയിംസ് കാമറൂണിനെ വെച്ച് പുള്ളിക്കൊരു സിനിമ കിട്ടിയാലും ജെയിംസ് കാമറൂണിനെ കിട്ടിയോ അപ്പോൾ ആ രീതി വെച്ച് വിജയ് മാറ്റിയെടുക്കാം. ജെയിംസ് കാമറൂണിൻ്റെ പടത്തിൽ കിട്ടിയാലും ചെയ്തു വരുമ്പം വിജയ് പടം ഒരു വിജയ് പടം തന്നെ ആവും. പുള്ളിയുടെ ആ സർക്കിളിൽ ഒരു കുറച്ച് ഫാൻസ് ഉണ്ട്. ആ ഫാൻസിനെ വിട്ട് പുള്ളിക്ക് പോകാനും പറ്റത്തില്ല. പുള്ളിക്ക് അതിന് താല്പര്യമില്ല. അത് തന്നെയാണ് കാര്യം. അതുകൊണ്ട് പുള്ളി ആ ലുക്ക് ടെസ്റ്റ് എന്തുവായാലും കണ്ട ലുക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അത് പിടിച്ചൊന്നും പുള്ളിക്ക് ചെയ്യാനുമില്ല. അതുകൊണ്ട് ലുക്ക് ടെസ്റ്റിൻ്റെ കാര്യം വിട്ടേക്ക്. പിന്നെ തലവൻ 69 HK വിനോദ് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഡയറക്ടറാണ്. നമുക്കിനി കണ്ടറിയാം. ഒഫീഷ്യലായിട്ട് അവർ വെളി വിട്ടിട്ടില്ല. ഇപ്പം കോട്ടിൻ്റെ റിലീസിന് ശേഷം വെളി വിടുമായിരിക്കും. വലിയ പ്രതീക്ഷയൊന്നുമില്ല. വിജയുടെ അവസാനത്തെ പടമായിട്ട് കുറേ പേര് പോയി കാണും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് പുള്ളി രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. സിനിമയ്ക്കകത്ത് കുറച്ച് ഫാൻസിനെ ഒപ്പിച്ച് സിനിമയിൽ മാറ്റം വരാൻ പുള്ളി കൊണ്ട് ഇനി പറ്റത്തില്ല. അപ്പോൾ ഇനി എന്തുമായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നല്ല മാറ്റം കൊണ്ടുവരട്ടെ. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. തമിഴ്നാട് സർക്കാരുമായിട്ടൊക്കെ ഉള്ള അതിനകത്തൊക്കെ കയറി കേരളത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെടുത്താൻ നോക്ക്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ അതിനെതിരെ രാഷ്ട്രീയത്തിലാണെങ്കിൽ കയറിയിട്ട് അതിനെതിരെ നല്ല രീതിയിലൊന്ന് ആക്കാനുള്ള, എന്ന് വെച്ചാൽ ഇത്രയും ജനങ്ങൾ ഇപ്പം വയനാട് ദുരന്തം പറഞ്ഞല്ലോ, അതേപോലെ ഇതൊരു ദുരന്തം ഒരു നിമിഷം കേരളം ഇല്ലാതാവുന്ന ഒരു ദുരന്തമാണ്. അപ്പോൾ അതിനകത്തൊക്കെ കയറി ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സിനിമയിൽ ഇത് തളപതി 69 ലാസ്റ്റ് പടം ആവട്ടെ, അല്ലാതെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സിനിമയിൽ തന്നെ നിൽക്കണം. എനിക്ക് വിജയ് ഒരു ഡബിൾ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു രണ്ടിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണാൻ താല്പര്യമില്ല. ഓൺലി ആക്ടർ. ഞാൻ വിജയ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ആക്ടറായിട്ട് തന്നെ, അല്ല രാഷ്ട്രീയക്കാരനായിട്ടല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, വ്യക്തിയായിട്ടുമല്ല. എനിക്കൊരു ആക്ടറായെന്ന നിലയിലാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ആക്കിയിട്ട് നിൽക്കുക. രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ പുള്ളിക്ക് ഒത്തിരി കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ അതിനകത്ത് നിൽക്കുക. പിന്നെ തളപതി 69 ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.